ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നല്ല മാർക്കൊക്കെ വാങ്ങി അല്ലേ, സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടാവണം. സ്കൂളിൽ +1 പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാവണം അല്ലേ. 10ൽ നിന്ന് +1 പറഞ്ഞ സമയത്ത് ഒരുപാട് നമുക്ക് പുതിയ കാര്യങ്ങൾ വരുന്ന ഒരു സമയമാണ് അല്ലേ. പുതിയ സ്കൂളായിരിക്കും, ചില ആൾക്കാരുടെ പുതിയ ടീച്ചേഴ്സാണ്, പുതിയ ഫ്രണ്ട്സാണ്, പുതിയ സാഹചര്യമാണ്, പുതിയ പഠന രീതികളാണ്. അങ്ങനെ ഒരുപാട് ട്രാൻസിഷൻ ഉള്ള ഒരു പീരീഡാണ് ഈ പറഞ്ഞ 10ാം ക്ലാസ്സിൽ നിന്ന് +1 പോകുന്നത് നമുക്കറിയാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് +1 മാത്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അഥവാ മാത്സ് ബോർഡ് എക്സാമിന് പഠിക്കേണ്ടതും അതോടൊപ്പം തന്നെ ജെയ്ക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങളടുത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ചെറിയൊരു ഉപദേശമായിട്ട് തന്നെ കൂട്ടിക്കോളൂ മക്കളെ. 10ാം ക്ലാസ് പോലെയല്ല എന്താ +1. ഓക്കെ, 10ാം ക്ലാസ്സിൽ പഠിച്ച ലാഘവത്തോടു കൂടി മാത്രം പഠിച്ചാൽ പോരാ +1. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് ഒക്കെ പഠിച്ച കുട്ടികളായിരിക്കും അല്ലേ. പക്ഷേ ആ 10th ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ്. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്, ശരിയല്ലേ. പക്ഷേ +1 വരുന്ന സമയത്ത് പിന്നെ എനിക്ക് സയൻസ് വേണം എന്ന് നിർബന്ധം പിടിച്ച് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് ഡെപ്ത് റാൻഡമായിട്ട് എക്സ്പോണൻഷ്യലായിട്ട് അതെന്താവും, ഇൻക്രീസ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നല്ല സൂക്ഷ്മമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം എന്നുള്ളതാണ് നിങ്ങൾ പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾ സാർ അയ്യോ പേടിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഈസി ആയിട്ട് എന്താ പറയുക, ക്രാക്ക് ചെയ്തെടുക്കാനും പഠിക്കാനൊക്കെ പറ്റും. പക്ഷേ 10th ഞാൻ അടിപൊളിയായിരുന്നു, ഞാൻ +1 നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട്, ഫുൾ A+ ഒക്കെ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ലാഘവത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉഴപ്പിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പടി കിട്ടാൻ സാധ്യതയുണ്ട്. അത് ആദ്യം തന്നെ പറയാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് ആദ്യം തന്നെ എന്താണ് +1 നമുക്ക് പഠിക്കാനുള്ള മാത്സിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് അല്ലേ. ഇതാണ് സെറ്റ്സ്, റിലേഷൻ ഫംഗ്ഷൻ, ട്രിഗണോമെട്രി, കോംപ്ലക്സ് നമ്പർ, ലീനിയർ ഇക്വാലിറ്റി അല്ലേ, ഇനിക്വാലിറ്റി, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം, സീക്വൻസ് ആൻഡ് സീരീസ്, സ്ട്രൈറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻ, ഇൻട്രൊഡക്ഷൻ ടു 3D, ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി. ഓക്കെ, ശ്രദ്ധിക്കുക, ഞാനിത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വായിച്ചതിനെ കൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയാനില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, പക്ഷെ നമുക്കറിയേണ്ടത് എത്രത്തോളം ഹൗ ഇമ്പോർട്ടൻറ്റ് ദീസ് ചാപ്റ്റേഴ്സ് ആർ അല്ലെ. ഈ ചാപ്റ്റേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എങ്ങനെയൊക്കെ മെഷർ ചെയ്യുക. ഒന്ന്, ബോർഡ് എക്സാമിന് എത്ര മാർക്കിന് ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, ജെയ്ക്ക് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇതൊരു ബേസിക് ചാപ്റ്റർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ, റെഡി. അപ്പോൾ അടുത്ത് നമുക്ക് ആദ്യം തന്നെയൊക്കെ മാർക്കിൻ്റെ കാര്യം തന്നെ നോക്കാം. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് നോക്കുന്നത് മാർക്കിലേക്കാണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓരോ ചാപ്റ്റേഴ്സൊന്നും നമുക്ക് +1 ബോർഡ് എക്സാം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്കാണ്, CBSEക്കാർക്ക് ബോർഡില്ല എന്ന് നമുക്കറിയാം. റെഡി. അപ്പോൾ ബോർഡ് എക്സാമിന് എത്ര മാർക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 1-2 വർഷങ്ങൾ നമ്മൾ പിന്നെ JEE പേപ്പേഴ്സിന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റേഴ്സിന് ചോദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കുള്ളത് എന്താണ്, സെറ്റ്സ് അതുപോലെ ഇപ്പോൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ആക്ച്വലി നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അത് ഒറ്റ ചാപ്റ്റർ ആയിരുന്നു, സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. ഓക്കെ, പിന്നീട് അത് 2 ചാപ്റ്റർ ആയിട്ടാണ് സിലബസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ രണ്ടും കൂടി ഏകദേശം എന്താണ്, ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം എന്നാണ് ഞാൻ പറയുക. ഓക്കെ, അപ്പോൾ അതിന് ബോർഡ് എക്സാമിന് എത്ര ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിലും ഒരു 7 മാർക്ക് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ സെറ്റ്സിനെ സംബന്ധിച്ചോളം ഇതൊക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒരു ടഫ്നെസ് കൂട്ടിയാലും ഒരു ലെവലിനപ്പുറം അത് ടഫ് വരാറില്ല ബോർഡ് എക്സാമിനൊക്കെ ആണെങ്കിലും. ദെൻ ശ്രദ്ധിക്കുക, അതോടൊപ്പം തന്നെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ ബോർഡ് എക്സാമിന് സിമ്പിൾ ആണെങ്കിലും നമുക്ക് ജെയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. അതോടൊപ്പം തന്നെ അത് ബേസിക് ചാപ്റ്റർ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. റെഡി. ഇനി മക്കളെ ജെയിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ 1-2 വർഷം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഒരു 1 മുതൽ 3 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു പേപ്പറിൽ എന്തായിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ്, അതായത് ഒരു പേപ്പർ എന്ന് പറയുമ്പോൾ 30 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ അതിൽ ഏകദേശം 1, 2, 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ. അപ്പോൾ സാധാരണഗതിയിൽ ബോർഡ് എക്സാമിന് അത് 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. പക്ഷേ ഇത്തവണത്തെ +1 9 മാർക്കിന് ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ജെയ്ക്ക് നോക്കുന്ന സമയത്ത് ടോട്ടൽ 12 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റിയത്, കാണാൻ വേണ്ടി പറ്റിയത്. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് സാർ ട്രിഗണോമെട്രി ഇമ്പോർട്ടൻ്റ് അല്ലേ, എന്താ വെറും 12 ക്വസ്റ്റ്യൻസ് മാത്രം ഒതുക്കിയത്, അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. റെഡി. ശ്രദ്ധിക്കുക, അതോടൊപ്പം തന്നെ എന്താണ് മക്കളെ, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 6 മാർക്കാണ്. അതേപോലെ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തായിട്ടുണ്ട് നമുക്ക് ജെയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ലീനിയർ ഇനിക്വാലിറ്റീസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. 3 മാർക്കിനാണ് എന്താക്കിയത് മക്കളെ ചോദ്യങ്ങൾ ചോദിച്ചത്. പറഞ്ഞ മനസ്സിലായില്ലേ, ചോദിക്കാറ്. ഓക്കെ, പക്ഷെ ജെയ്ക്കൊന്നും ചോദിച്ചിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ട്രിഗണോമെട്രി, ലീനിയർ ഇക്വാലിറ്റി ഒക്കെ ഒരു ബേസിക് ചാപ്റ്റേഴ്സിൻ്റെ
കൂട്ടത്തിലാണ് നമ്മൾ പെടുത്തുക. ഓക്കെ, അഥവാ മറ്റ് പല ചാപ്റ്റേഴ്സിനും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇതിന്റെ കോൺസെപ്റ്റുകൾ കയറി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ദീസ് ചാപ്റ്റേഴ്സ് ആർ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫംഗ്ഷൻ, റിലേഷൻ ഫംഗ്ഷൻ അല്ലേ, അത് ജെയ്ക്ക് ചോദിക്കുന്ന സമയത്ത് അതിലെന്താവും ലീനിയർ ഇൻഇക്വാലിറ്റിയുടെ കോൺസെപ്റ്റുകളൊക്കെ ഒരുപാട് കയറി വരുന്നുണ്ട്. സിമിലർ ട്രിഗണോമെട്രി മിക്കവാറും എല്ലാ ചാപ്റ്റേഴ്സിനും അത് വരും. പിന്നെയാണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. അത് കൗണ്ട് ചെയ്യുന്ന ഒരു ഇതാണ്, ഓരോ പ്രോസസ്സ്, എത്ര രീതിയിൽ നമുക്കൊരു വേർഡ് ഉണ്ടാക്കാം, എത്ര രീതിയിൽ നമുക്ക് ആൾക്കാരെ ഒരു സീറ്റിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ളതൊക്കെ കൗണ്ട് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. അത് ലോജിക്കൽ ചാപ്റ്ററാണ്. ഓക്കെ, അഥവാ നമുക്കത് മാത്തമാറ്റിക്സിനുപരി നമുക്ക് ഒരുപാട് ലോജിക്കാണ് അതിന് ആ ചാപ്റ്റർ പഠിക്കാനുള്ളത്. വൺസ് ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് രസകരമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന സംഭവമാണ്. പിന്നെ ബൈനോമിയൽ തിയറം. ഓക്കെ, ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, A+B the whole square അല്ലേ, നമുക്കറിയാം അല്ലെ, A+B whole cube വരെ പല ആൾക്കാർക്കും അറിയായിരിക്കും. അപ്പോൾ എന്താണ് A+B whole cube? ഓക്കെ, അങ്ങനത്തെയൊക്കെ പഠിക്കുന്നതാണ് എന്ത്, ബൈനോമിയൽ തിയറം. അപ്പോൾ അതിലൊരുപാട് രസകരമായിട്ടുള്ള പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A+B whole raised to 10 അല്ലേ, അപ്പോൾ അതിൽ എന്താണ് A⁵5 B⁵5ൻ്റെ കോയിഫിഷ്യൻസ്, അങ്ങനത്തെ ഒരുപാട് രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്കതിൽ ജെയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. ബോർഡ് എക്സാമിന് ഇപ്പം പിന്നെ ഒരുപാട് ടോപ്പിക്ക് ഡിലീറ്റ് ആക്കിയതുകൊണ്ട് തന്നെ കുറച്ച് സിമ്പിളായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് മക്കളെ സീക്വൻസ് ആൻഡ് സീരീസ് അല്ലേ. സീക്വൻസ് ആൻഡ് സീരീസിൽ ശ്രദ്ധിക്കുക ബോർഡ് എക്സാമിന് 4 മാർക്കിന് ചോദിക്കുന്നുവെങ്കിൽ ജെയ്ക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിക്കുക, 82 ക്വസ്റ്റ്യൻസോളം എന്തായിട്ടുണ്ട് ഈ പറഞ്ഞ 2 വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരേ പേപ്പറിൽ തന്നെ 2ഉം 3ഉം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് മാത്രമല്ല നമുക്കത് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻസും ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്ട്. റെഡി അല്ലേ? പിന്നെ സ്ട്രൈറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻ. ഓക്കെ, ആക്ച്വലി കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 3 എലിപ്സ്, ഹൈപ്പർബോള, പരാബോള, ഓക്കെ, സർക്കിൾ, അങ്ങനെ 4 ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ എന്താക്കുന്നത് ജെയ്ക്ക് പഠിക്കുന്നത്. ഓക്കെ അല്ലേ? പക്ഷേ എന്നിരുന്നാലും ബോർഡ് എക്സാമിന് എത്രയാണ് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്നുമല്ല. പക്ഷെ നമ്മൾ ജെയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷേ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരുപാട് ടോപ്പിക്ക് കഴിഞ്ഞ വർഷം എന്തായി ഡിലീറ്റ് ആക്കി. അതിൽ ഏറ്റവും നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ടാൻജന്റ്, നോർമൽസ് എന്ന സാധനങ്ങളൊക്കെ എന്താക്കി അത് ഡിലീറ്റ് ആക്കി. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു 3D വളരെ ചെറിയ ചാപ്റ്ററാണ് സാർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ ചെറിയ ചാപ്റ്ററിൽ എങ്ങനെയാണ് 102 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത് എന്ന് പറഞ്ഞാൽ ഈ 102 ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡക്ഷൻ ടു 3D എന്ന് ചോദിച്ചതല്ല. അഥവാ +2 ഇതിൻ്റെ വലിയൊരു ചാപ്റ്റർ വരുന്നുണ്ട്, 3 ഡയമെൻഷണൽ ജോമെട്രി. ഓക്കെ, രണ്ടും കൂടി ചോദിച്ചതാണ് എന്താ 102. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ 102ൽ മെജോറിറ്റിയും ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 95% ക്വസ്റ്റ്യനും +2 ടോപ്പിക് എന്നായിരിക്കും എന്താക്കുക ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ പറഞ്ഞ +1ൻ്റെ ടോപ്പിക്ക് പഠിക്കാതെ നമുക്കത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത് നമുക്ക് ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ കാൽക്കുലസ് അല്ലെ, മാത്തമാറ്റിക്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചാണ് എന്താ കാൽക്കുലസ്. ഓക്കെ, നിങ്ങൾ കേൾക്കും ഇൻറ്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ. ഓക്കെ, അതിലേറ്റവും ബേസിക് ആയിട്ടുള്ള ചാപ്റ്ററാണ് എന്താ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 9 മാർക്കിന് ബോർഡ് എക്സാമിന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, 9 മാർക്കിന് ബോർഡ് എക്സാം ചോദിക്കുന്നത് 25 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താക്കിയിട്ടുണ്ട് അവിടെ നമുക്ക് 2 ദിവസങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ സിമ്പിളാണ്. അതോടൊപ്പം തന്നെ എന്താണ് സ്കോറിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ജെയ്ക്ക് സ്ഥിരമായിട്ടൊരു ക്വസ്റ്റ്യൻ എന്താക്കാറുണ്ട്, അതെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അതേപോലെ അടുത്തത് അത് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടുത്ത സ്ലൈഡുകളിൽ പറയുന്നുണ്ട്. പിന്നെയാണ് മക്കളെ എന്താ പ്രോബബിലിറ്റി. ഓക്കെ, നിങ്ങൾ പിന്നെ എന്താ പറയുക സാധ്യതകളുടെ ഗണിതം, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ 10th-ലും 9th-ലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് പ്രോബബിലിറ്റി. ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷം ഒരു 7 മാർക്കിനാണ് എന്താക്കിയിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാമിന് ചോദിക്കുന്നത്. പക്ഷേ ഇത്തവണ 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻ എന്താക്കിയിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പറഞ്ഞ 3 ഡിഫറൻസ് ആണ്. നേരത്തെ ഏതിലേക്ക് പോയത് ട്രിഗോണോമെട്രിയിലെ ഒരു എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻ വന്നില്ലേ? ഓക്കെ അല്ലേ? ട്രിഗോണോമെട്രി വന്നില്ലേ? ഓക്കെ, അതായത് 9 മാർക്കായില്ലേ, അത് ഇവിടെ നിന്നാണ് 3 മാർക്ക് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഒറ്റ സ്ട്രെച്ച് നോക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ദെൻ ഇനി അടുത്തത് ചോദിക്കുക, ഇനി അടുത്തത് എന്തുകൊണ്ടാണ് നമ്മൾ +1 മാത്തമാറ്റിക്സ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ പറയാനുള്ള റീസൺ. ഓക്കെ, +1 മാത്തമാറ്റിക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള റീസൺ നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക, വൈ ദ +1 ടോപ്പിക്സ് ആർ ഇമ്പോർട്ടൻറ്റ് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് എന്താണെന്നറിയോ, അതായത് ഈ +1 നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് കണ്ടു. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ടെന്നാണ്, കണ്ടിന്യൂഷൻ ചാപ്റ്റേഴ്സ് ആണ്. അഥവാ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, +2ൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അഥവാ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ശ്രദ്ധിക്കുക, അതിന് നിങ്ങൾ +2 എത്തുന്ന സമയത്ത് ഫസ്റ്റ് ടോപ്പിക്ക് തന്നെ എന്താണ്
എന്താണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ട്രിഗോണോമെട്രി ഫംഗ്ഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ പിന്നെ എന്താ പറയുക കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ഇൻവേഴ്സ് ട്രിഗോണോമെട്രി ഫംഗ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലസിൻ്റെ ബേസിക് ആണ് ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പോൾ പിന്നെ എന്താ പറയുക അതിൻ്റെ കണക്ഷനായിട്ട് ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവിൻ്റെ ബാക്കിയായിട്ട് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ബാക്കിയായിട്ട് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് വരുന്നുണ്ട്, പിന്നെ ഇൻറ്റഗ്രൽസ് വരുന്നുണ്ട്, അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് വരുന്നുണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവിൻ്റെ കണ്ടിന്യൂഷൻ ടോപ്പിക്കാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി. ഓക്കെ, അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് എന്താക്കുന്നുണ്ട് 3D ജോമെട്രി എന്ന് പറഞ്ഞാൽ മറ്റൊരു ചാപ്റ്ററും വരുന്നുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വീണ്ടും അടുത്ത +2 എന്താക്കുന്നുണ്ട് പ്രോബബിലിറ്റി വരുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ +1 ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സംഭവമാണ് എന്ത് ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂഷൻ ചാപ്റ്റേഴ്സ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? +1 ബാക്കിയായിട്ട് പഠിക്കുന്ന സാധനങ്ങൾ നമ്മൾ അങ്ങോട്ടേക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ പ്രശ്നം? ഒന്നുമില്ല, ഇത് പഠിച്ചാൽ മാത്രമേ അത് കൂടുതൽ തറവായിട്ട് ഇത് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, എടാ ഇത് പഠിച്ചാലേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ റിലേഷൻ ഫംഗ്ഷൻ +1 പഠിച്ചാൽ ബാക്കിയല്ലേ +2 റിലേഷൻ ഫംഗ്ഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താക്കിയിരിക്കണം ഇത് തറവായിട്ട് എന്തായിരിക്കണം മക്കളെ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. ദെൻ നെക്സ്റ്റ് അടുത്തത് എന്താണ് ഇനി അടുത്ത റീസൺ എന്താണ്? അടുത്ത റീസൺ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, മാത്സിൽ ഓക്കെ മാത്സിൽ നമുക്ക് സ്കോറിംഗ് ചാപ്റ്റർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ജെയിലുണ്ട്. അതായത് നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും പോലെയല്ല. ഫിസിക്സും കെമിസ്ട്രി നമുക്ക് 30 ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആണല്ലോ എഴുതേണ്ടത്. ഓൾമോസ്റ്റ് നമുക്ക് ഒരു 20-22 പൊതുവെ കുട്ടികൾ നല്ല സ്കോർ വാങ്ങുന്നതായിട്ടുള്ള ആൻസർ ചെയ്യാറുണ്ട്. പക്ഷേ 99% മാത്സിൽ വാങ്ങുന്ന കുട്ടികൾ പൊതുവെ 10, 12, 13, 14 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുക ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അപ്പോൾ കഴിഞ്ഞ വർഷം വരെയൊക്കെ ഫിസിക്സ് കെമിസ്ട്രി മാത്രം പഠിച്ചിട്ട് ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല സ്കോറൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അത് നടക്കില്ല. ബിക്കോസ് ഫിസിക്സും കെമിസ്ട്രിയും ഓൾമോസ്റ്റ് എന്തായി എല്ലാവരും പഠിച്ച് എല്ലാവരും സ്കോർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോ റാങ്ക് ഡിസൈഡിങ് ഫാക്ടറായിട്ട് ആര് വരുന്നുണ്ട്? മാത്തമാറ്റിക്സ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്സ് തന്നെ നമുക്ക് പലതരത്തിലുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അഥവാ ഈസിലി സ്കോറിംഗ് ചാപ്റ്റർ, പിന്നെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റാത്തത്, അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഈസിലി സ്കോറിംഗ് ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റാണ് നമ്മൾ എന്താക്കിയിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്കോറിംഗ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അത് സ്ഥിരമായിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അത് നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ഓക്കെ, അതാണ് എളുപ്പം. മീൻസ് ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഏത് ചാപ്റ്റർ വേണമെങ്കിലും സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, എപ്പോഴും ടഫായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. ഓക്കെ, പക്ഷേ ഇത്തവണത്തെ ജെയ്ക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏത് ചാപ്റ്റർ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്താക്കാം സിമ്പിൾ ചോദിക്കാം. പക്ഷേ ജനറലി സിമ്പിൾ മാത്രം ചോദിക്കുന്ന ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്കോറിംഗ് ചാപ്റ്റേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെ സ്കോറിംഗ് ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഒന്ന് പെർമ്യൂട്ടേഷൻസ്, കോമ്പിനേഷൻസ്, അതുപോലെ ബൈനോമിയൽ തിയറം, സീക്വൻസ് ആൻഡ് സീരീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കാരണം ഇത്തവണ 2 to 3 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ പേപ്പറിലും സീക്വൻസ് ആൻഡ് സീരീസിൽ ജയിക്കേണ്ടത്. ഓക്കെ, ബൈനോമിയൽ തിയറം സ്ഥിരമായിട്ട് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അതുപോലെ ഇൻട്രൊഡക്ഷൻ ടു 3D എന്ന് പറയുമ്പോൾ 3Dൻ്റെ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിരം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എന്താവും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. 4 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും മക്കളെ? സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ. അതേപോലെ പ്രോബബിലിറ്റി എന്താണ് 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്താണ് സ്കോറിംഗ് ആണ്. അപ്പോൾ ഈ സ്കോറിംഗ് ചാപ്റ്റേഴ്സ് എവിടെ വരുന്നുണ്ട്? +1 വരുന്നുണ്ട്. ഓക്കെ, സോ ദ +1 ടോപ്പിക്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് റീസൺ നമ്പർ 1 കണ്ടിന്യൂഷൻ ചാപ്റ്റർ വരുന്നുണ്ട്. രണ്ടാമത്തെ റീസൺ ഇതാ മക്കളെ സ്കോറിംഗ് ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് +1 ടോപ്പിക് എന്താവുന്നത്? ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇമ്പോർട്ടൻ്റ് ആവുന്ന വെച്ചാൽ നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി മാത്രം പഠിക്കണം എന്നല്ല, നമ്മൾ ഡെപ്തിൽ കാര്യങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചെടുക്കണം. മാക്സിമം കണ്ടന്റ് ഇപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ആക്കണം എന്നുള്ളതാണ് നമുക്ക് അടുത്ത പറയാനുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ശ്രദ്ധിക്കുക, ലിസൺ. അടുത്തത് എന്താണ് നമ്മൾ പഠിക്കേണ്ട ഓർഡർ? ഓക്കെ, ശ്രദ്ധിക്കുക. സോറി, സ്കോറിംഗ് ചാപ്റ്റേഴ്സ്. പിന്നെ ഞാനൊരു സാധനം വിട്ടുപോയി മക്കളെ, ബേസിക് ചാപ്റ്റേഴ്സ്. ഓക്കെ, എന്താ ഈ ബേസിക് ചാപ്റ്റേഴ്സ് കൊണ്ട് ഞാൻ മീൻ ചെയ്തിരിക്കുന്നത്? അതായത് ചില ചാപ്റ്റർ ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കി എല്ലാ ചാപ്റ്ററിലും കയറി വരും. മനസ്സിലായില്ലേ? ബാക്കി എല്ലാ ചാപ്റ്ററിലും ചില ചാപ്റ്റേഴ്സിൻ്റെ കോൺസെപ്റ്റുകൾ എന്താകും? കയറി വരും. അങ്ങനെ ഏറ്റവും കൂടുതൽ ബേസിക് ചാപ്റ്റർ എവിടെയാണ്? +1. അത് സ്വാഭാവികമാണ് അല്ലേ? അത് അണ്ടർസ്റ്റുഡ് ആണ്. കാരണം +1 നമ്മൾ ബേസിക്സ് പഠിക്കുക, എന്നിട്ടല്ലേ +2ലേക്ക് ബാക്കി മുന്നോട്ടേക്ക് പോവുക. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ സെറ്റ്സ്,
അതുപോലെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ റിലേഷൻ ഫംഗ്ഷൻ ചിലപ്പോൾ നല്ല ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എന്നാൽ കഴിഞ്ഞ ദിവസം സിമ്പിളും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാ ചാപ്റ്ററിലും എന്താവും ഇതിൻ്റെ കോൺസെപ്റ്റുകൾ എന്താവും കയറി വരും. അപ്പോൾ നമ്മളത് ഭംഗിയായിട്ട് പഠിക്കണം. ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഡയറക്റ്റ്ലി നമുക്ക് ജെയ്ക്ക് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താക്കാറില്ല, ചോദിക്കാറില്ല. പക്ഷേ ഇതിൽ പറഞ്ഞ ഫോർമുലാസ്, ഇതിൽ പറഞ്ഞ ഐഡന്റിറ്റീസ് ഒക്കെ നമുക്ക് പല ചാപ്റ്റേഴ്സിലും എന്താക്കും കയറി വരും. ഓക്കെ, അത് ഞാൻ പറഞ്ഞു ലിനിയർ ഇക്വാലിറ്റി മാത്രമായിട്ട് ജെയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. കീമിന് ചിലപ്പോൾ ഡയറക്റ്റ് ചോദിക്കും. ഓക്കെ, പക്ഷേ ബാക്കി എല്ലാ ഫങ്ഷൻസ് അതേപോലെ ബാക്കി പല ചാപ്റ്റേഴ്സിലും എന്താക്കുന്നുണ്ട് ലീനിയർ ഇൻക്വാലിറ്റിയുടെ കോൺസെപ്റ്റുകൾ കയറി വരും. ഓക്കെ, അതോടൊപ്പം തന്നെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അതേപോലെയാ നിങ്ങൾ പഠിച്ച x² + bx + c = 0 അല്ലേ, a ≠ 0 അതായിരിക്കും നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ പഠിച്ചിട്ടുണ്ടാവുക. അതിനായിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ജെയ്ക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, അതും എല്ലാ സ്ഥലത്തും എന്താക്കും കയറി വരും. നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ് അല്ലേ, ബാക്കി +2 5 ചാപ്റ്ററിന്റെ ബേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ബേസിക് ചാപ്റ്റേഴ്സും എന്താവുന്നുണ്ട് നമ്മുടെ +1 മാത്തമാറ്റിക്സിൽ ഈ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് +1 ടോപ്പിക്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കണ്ടിന്യൂഷൻ ചാപ്റ്റേഴ്സ്, ബേസിക് ചാപ്റ്റേഴ്സ്, അതേപോലെ സ്കോറിംഗ് ചാപ്റ്റേഴ്സ് എല്ലാം ഇവിടെ വരുന്നുണ്ട് +1 മാത്സിൽ വരുന്നത് എന്നതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കണം, അത് ഭംഗിയായിട്ട് പഠിക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഭംഗിയായിട്ട് പഠിക്കുക? ഫസ്റ്റ് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക, തറോ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, NCERT എക്സാമ്പിൾ നമ്മൾ എന്താക്കുക, തറോ ചെയ്യുക. അപ്പം സ്വാഭാവികമായിട്ടും ബോർഡ് എക്സാമിന് മാർക്ക് വാങ്ങാൻ വേണ്ടി നമ്മൾ NCERT ഈസ് മോർ ദാൻ ഇനഫ്. ഓക്കെ, ബോർഡ് എക്സാമിന് മാർക്ക് NCERT ഫുള്ള് പഠിച്ചാൽ 100-ൽ 100 മാർക്കും നിങ്ങൾക്ക് എന്താക്കും കിട്ടും. ഓക്കെ, NCERT എക്സാമ്പിളർ മുതൽ അങ്ങോട്ടേക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ജെയ്ക്കും കീമിനൊക്കെ വേണ്ടിയിട്ടാണ്. റെഡി അല്ലേ? അപ്പോൾ ബോർഡ് എക്സാം PYQ ചെയ്യുക ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട്, അതേപോലെ കീം PYQ, ദെൻ JEE/PYQ അല്ലേ. ജെയ് എന്ന് പറയുമ്പോൾ ജെയ് മെയിൻ, അതേപോലെ ജെയ് എന്താണ് അഡ്വാൻസ്ഡ്. പറഞ്ഞ മനസ്സിലല്ലേ? അപ്പോൾ ഈ ഓർഡറിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതൊക്കെ നല്ല ഭംഗിയായി പഠിച്ച് നമുക്ക് ഫസ്റ്റ് അറ്റൻഡിൽ തന്നെ ബോർഡ് എക്സാമിനും നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. അതോടൊപ്പം ജെയും ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും ജെയ് ക്രാക്ക് ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ +1 +2ൻ്റെ കൂടെ പഠിക്കുമ്പോഴാണ്. ഓക്കെ, കാരണം അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്നാമത്തത് ജെയ് മെയിന് നമുക്ക് കണ്ടമാനം ചാൻസ് ഒന്നുമില്ല. ഇപ്പം നീറ്റ് നമുക്ക് ഒരുപാട് ചാൻസ് ഉള്ള ഒരു എക്സാമാണ്. പക്ഷേ ജെയ് മെയിന് നമുക്ക് 3 ചാൻസ് ഉള്ളത്. ഒന്ന് +2 പഠിക്കുന്ന വർഷം അല്ലേ, പിന്നെ +2 കഴിഞ്ഞ തൊട്ടപ്പുറത്തെ വർഷം അല്ലേ, പിന്നെ അടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ വർഷം, അങ്ങനെ 3 ചാൻസ്. ബട്ട് ജെയ് അഡ്വാൻസ്ഡ് 2 ചാൻസേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഒന്ന് +2 കഴിയുന്ന വർഷം, അതോടൊപ്പം അതിന് തൊട്ടപ്പുറത്തെ വർഷം. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ 2 ചാൻസേ ഒന്നുള്ളൂ ജെയ് അഡ്വാൻസ്ഡിനുള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ +1 +2 ഉഴപ്പി നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ബോർഡ് എക്സാമിന് മാത്രം പഠിച്ചിട്ട് പിന്നീട് ജെയിനെ കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബുദ്ധി 2 വർഷം നമ്മൾ പണയം വെക്കുന്ന പോലെ നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ല. നമ്മുടെ ബുദ്ധി ഏറ്റവും വളരുന്ന സമയമാണ്, നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ല, നമ്മൾ ജെയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നേ ഇല്ല. പിന്നീടായിരിക്കും നമുക്ക് തോന്നുക ജെയ് പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ച് മുന്നോട്ടേക്ക് വരും. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മൾ മുമ്പ് ഒരുപാട് കോൺസെപ്റ്റുകൾ വൃത്തിക്ക് പഠിക്കാത്ത പ്രശ്നം ഉണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ അറിയാതെ നമ്മൾ ഒരുപാട് എന്താക്കൊണ്ട് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മക്കളെ നമ്മൾ ഇപ്പോഴെന്താക്കുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഓക്കെ, അതോടൊപ്പം തന്നെ ജെയ് അഡ്വാൻസ്ഡിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ഏറ്റവും കൂടുതൽ തവണ 1ാം റാങ്ക് വന്നിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ +1 +2 ഓൺ ഗോയിങ്ങിൽ പഠിച്ച കുട്ടികൾക്കാണ്. ഓക്കെ, കാരണം ആ സമയത്ത് നമുക്ക് ബുദ്ധി കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ ഒരു റഷ് പോലെ ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക, നന്നായിട്ട് എന്ത് ചെയ്യുക മക്കളെ, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, വീട്ടിലിരുന്നിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൈലം പ്രൊവൈഡ് ചെയ്യുന്ന ബാച്ചാണ് എന്താ, Kings 11 ബാച്ച്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഓർഡറിലാണ് പോവുക അല്ലേ. ഏത് ഓർഡറിൽ? ഫസ്റ്റ് നമ്മൾ ആ ഓർഡറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഓർഡർ ഓഫ് സ്റ്റഡി അല്ലേ. അഥവാ നമ്മൾ NCERT ക്വസ്റ്റ്യൻസ് അല്ലേ, പിന്നെ NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ്, ബോർഡ് എക്സാം PYQ, ഫസ്റ്റ് സ്റ്റേറ്റ് സിലബസ് അല്ലേ, അതേപോലെ കീം PYQ, JEE PYQ അല്ലേ. ആ രീതിയിൽ വ്യക്തമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് സ്ട്രക്ചർ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആണ്. അത് കൃത്യമായി വൃത്തിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ജെയും ബോർഡ് എക്സാം എല്ലാം അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഗൈസ്, അപ്പോൾ ചിന്തിച്ചിട്ട് കറക്റ്റ് സമയത്ത് റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കുക. കാണാൻ നമുക്ക്. താങ്ക് യു.